ഹായ്, നമസ്കാരം മീന മാഡം. മാഡം ചോദിച്ചത് വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഇവിടെ ആത്മദേവന് സന്താനം ഉണ്ടാവാനുള്ള ഭാഗ്യം ഇല്ല എന്നുള്ളത് പൂർവജന്മകൃത കർമ്മത്തിൻ്റെ ബാക്കി ദോഷമായിട്ട് വരണം. അത് പറഞ്ഞത് യതിയാണ്. നാരദൻ പറഞ്ഞു, യതി പറഞ്ഞു എന്നുള്ളതിൻ്റെ തർക്കമില്ല, അതിൻ്റെ ഒരു പ്രശ്നമില്ല. വിഷയം രണ്ട് കുട്ടികളെ കിട്ടി എന്നാണ്. ധുന്ധുകാരിയും ഗോകർണനും രണ്ട് മക്കളെ കിട്ടി എന്നാണ്. രണ്ട് മക്കളും ഈ ആത്മദേവൻ്റെ അല്ല. ഇനി ആരൊക്കെയാണ് മക്കൾ എന്ന് പറയുന്നുണ്ട്. അത് 13 തരം മക്കൾ എന്ന് പറയണോ, അല്ലെങ്കിൽ 17 18 ഒക്കെ ഉണ്ട്. നമ്മൾ സാധാരണ മക്കളെന്ന് കണക്കാക്കുമ്പോൾ ഔരസപുത്രന്മാരെന്നേ കണക്കാക്കാറുള്ളൂ. ദേഹവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കുട്ടികളാണ് ഔരസപുത്രന്മാർ, സ്ത്രീ പുരുഷ ബന്ധം. അടുത്തത് ദത്തുപുത്രൻ, മറ്റൊരാൾക്കുണ്ടായ പുത്രനെ നമ്മുടെ പുത്രനായിട്ട് വളർത്തുക. പിന്നെ ക്രീതപുത്രൻ, വിലയ്ക്ക് വാങ്ങിയിട്ടുള്ളൊരു പുത്രൻ. ഗോളകപുത്രന്മാർ, ഇപ്പോൾ പാണ്ഡു, ധൃതരാഷ്ട്ര, അതൊക്കെ സ്വതേ വിതുരൻ ഒക്കെ ഗോളകപുത്രനാണ്. ക്ഷേത്രജന്മാർ, പാണ്ഡുവിൻ്റെ മക്കളായിട്ട് കുന്തിക്കുണ്ടായത് പാണ്ഡുവിൻ്റെ മക്കളല്ല, അത് ദേവന്മാരുടെ മക്കളാണ്, ക്ഷേത്രജന്മാർ. പിന്നെ പുത്രികാധർമ്മം അനുസരിച്ച് മകളുടെ മകൻ പുത്രൻ, മനുവിന് അങ്ങനെ നമ്മൾ ഭാഗവതത്തിൽ കാണാൻ സാധിക്കും. രുചി പ്രജാപതിക്ക് അങ്ങനെ മകളുടെ മകനായിട്ട് കണക്കാക്കുന്നതും ഒരു. പിന്നെ കുണ്ട്, ജാരപുത്രനായിട്ട് ഭർത്താവിൽ നിന്നല്ലാതെ കണ്ട് മറ്റൊരു പുരുഷനിൽ നിന്ന് സ്വീകരിക്കുന്ന പുത്രൻ ജാരപുത്രനാണ്, കുണ്ടൻ എന്ന് പറയും. സഹോഢൻ, കന്യക അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഗർഭിണിയായിട്ട് ആ സ്ത്രീയെ വേളി കഴിച്ച്, അതിൽ ഈ ഗർഭമുള്ള സ്ത്രീയെ വേളി കഴിച്ചിട്ട് പ്രസവിക്കുന്നതിന് സഹോഢൻ എന്ന് പറയും, ആ ഉണ്ണിയെ. പിന്നെ കാനീന്, രണ്ടും ഒന്നല്ലേ ചോദിച്ചാൽ ഒന്നല്ല. കർണൻ കാനീന പുത്രനാ, കന്യകയ്ക്കുണ്ടായ പുത്രനാ. അതായത് പണ്ട് കന്യകയ്ക്ക് മാത്രമേ വിവാഹമുള്ളൂ, സ്ത്രീക്ക് ഈ പ്രായപൂർത്തി വന്നാൽ പിന്നെ വിവാഹമില്ല. അപ്പോൾ പ്രായപൂർത്തി വന്നിട്ട് ഗർഭം ധരിച്ചിട്ടുള്ള ആ സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ സഹോഢനാവുക. കന്യകയ്ക്ക് ഇങ്ങനെ സൂര്യനിൽ നിന്നാണല്ലോ പുത്രനെ സ്വീകരിക്കുന്നത്, അപ്പോൾ അതിനെ കന്യകയ്ക്കുണ്ടായ പുത്രനാണ്, കർണൻ കാനീനാണ്. ഇനി ഭാവം എന്ന നിലയ്ക്കാണ് അടുത്തത്. ഇതിപ്പോൾ സൃഷ്ടിയാണ്. ഇനി ഭാവം എന്ന നിലയ്ക്ക് ഭയം തീർക്കുന്ന ഒരു ഭാവമാണ് പുത്രനുള്ളത്. നരകപ്പേടി തീർക്കുക. പും എന്ന നരകം, പും നരകം തദത്രായതേ ഇതി പുത്ര. അപ്പം അങ്ങനെ ഭയം തീർക്കുന്നതായിട്ടുള്ള. അതേപോലെ പുത്ര സ കഥ്യതേ ലോക യോ പിതൃൻ ത്രായതേ ഭയാത്, ഇങ്ങനെയുള്ള ഭാവത്തിൽ പറയുന്ന ഭയം തീർക്കുന്ന പുത്രൻ. പിന്നെ രക്ഷിക്കുന്ന പുത്രൻ, ആഹാരം തരലും ജീവനെ രക്ഷിക്കലൊക്കെ അഭയമായിട്ട് തരുന്ന മകൻ, അതൊരു മകനാണ്. അപ്പോൾ അതിൽ സ്വന്തം മകനല്ല, വേറെ ആരുടെയോ ആരോ, അവർ മകൻ്റെ സ്ഥാനത്ത് വരിക. പിന്നെ അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ച ഭാവത്തിൽ, ഇപ്പോൾ വിശ്വാമിത്രന് ശുനശേഖനെ കിട്ടിയത് അതൊരു പുത്രഭാവമാണ്. വിശ്വാമിത്രൻ എങ്ങനെയാണ് ശുനശേഖനെ പുത്രനായിട്ട് കിട്ടിയത്? ശുനശേഖനെ ക്രീതപുത്രനായിട്ട് ഹരിശ്ചന്ദ്രൻ വാങ്ങി വരുണന് വേണ്ടിയിട്ട് യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ആ യൂപത്തിൽ കെട്ടിയിട്ടു, തൂണുമ്പിൽ കെട്ടിയിട്ടു, ബലി കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ബലി നടന്നില്ല, സ്വീകരിച്ചില്ല. ആ ഉണ്ണിയെ ശുനശേഖൻ്റെ അച്ഛന് അധികാരമില്ലാണ്ടായി, വരുണന് അധികാരമില്ലാണ്ടായി, ഹരിശ്ചന്ദ്രന് അധികാരമില്ലാണ്ടായി. പ്രാണനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുണമന്ത്രം ജപിച്ച്, പ്ലുതസ്വരത്തിൽ വരുണമന്ത്രം ജപിപ്പിച്ചു, വരുണമന്ത്രം പറഞ്ഞു കൊടുത്തു, അതുകൊണ്ട് ജീവനെ രക്ഷിച്ചു എന്ന അർത്ഥത്തിൽ വിശ്വാമിത്രനാണ് പുത്രനായിട്ട് കിട്ടിയത്. അതൊരു ഭാവം. ഇനി മാനസപുത്രന്മാരുണ്ട്. ഇക്ഷ്വാകു പോലെ തുമ്മലിൽ നിന്ന് പുത്രന്മാരുണ്ടായിട്ടുണ്ട്. ബ്രഹ്മാവിൽ നിന്ന് അംഗങ്ങളിൽ നിന്ന് പുത്രന്മാരുണ്ടായിട്ടുണ്ട്.
ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്ന് പുത്രന്മാരുണ്ടായിട്ടുണ്ട്. ആത്മാവൈ പുത്ര എന്ന് മറ്റൊരു നിയമം. ഇങ്ങനെ പുത്രനായിട്ട് സങ്കല്പിച്ചാൽ പോലും ആ മകൻ അറിയണ്ടാത്രേ, ഞാൻ എൻ്റെ പുത്രനായിട്ട് ഇതാ ഇന്ന ആളെ സങ്കല്പിക്കുന്നു, പ്രായം കൂടുതലായാലും വിരോധമില്ല എന്നാ പുത്രനായിട്ട് സങ്കല്പിക്കുന്നു. ഇങ്ങനെയൊക്കെ പുത്രസങ്കല്പങ്ങൾ പലതാ. അപ്പോൾ ഇവിടെ മാഡം ചോദിച്ചത് ആത്മദേവൻ്റെ പുത്രന്മാരുടെ കാര്യമാണ്. ആത്മദേവൻ്റെ പുത്രൻ ആത്മദേവന് വളർത്താൻ വേണ്ടി കിട്ടിയതായിട്ടുള്ള പുത്രനാവുമ്പോൾ ആത്മദേവൻ്റെ പുത്രനായിട്ടാണ് വരിക. ആത്മദേവൻ്റെ ഭാര്യയുടെ അനുജത്തിയുടെ പുത്രനാണ്. അച്ഛൻ്റെയും അമ്മയുടെയും സംസ്കാരത്തിന് വ്യത്യാസം ഉണ്ടാവും, അത് ജീനായിട്ട് കുറച്ച് കിട്ടും. പക്ഷേ ഇവിടെ ധുന്തുകാരിയുടെ സ്വഭാവം കേടുവന്നത് കൊണ്ടാണ് കൂടുതൽ പറ്റിയത്. പിന്നെ ആത്മദേവൻ ഇങ്ങനൊരു ഭാവം വരാനുള്ള കാരണം ആത്മദേവൻ്റെ പൂർവജന്മകൃത പാപം അവിടെ കിടക്കണു. അപ്പോൾ ഈ ഉണ്ണിയിലൂടെ അത് പുറത്തേക്ക് വന്നാലാണ് ആത്മദേവന് അനുഭവം കൊണ്ടൊരു വൈരാഗ്യം വരും. ഈ വിരക്തി വരാൻ വേണ്ടിയിട്ടാണ് ആ ഉണ്ണിയിൽ ഈ ചീത്ത ഭാവത്തെ അനുഭവിപ്പിച്ചത് ആത്മദേവനെ കൊണ്ട്. ഉണ്ണിക്ക് അതന്നെ യോഗം. പക്ഷേ ആത്മദേവനെ വിരക്തി കൊടുത്തതിൻ്റെ ശേഷം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യതിയാൽ ഗോകർണനെ കൊടുത്തത്. അത് ശുദ്ധ സാത്വിക ഭാവത്തിലാണ്. അപ്പോൾ ആത്മദേവൻ്റെ ഈ ജന്മത്തിലുള്ള പുണ്യത്തെ, അതല്ലെങ്കിൽ പൂർവ്വജന്മത്തിലെ പുണ്യ ബാക്കി ശേഷിപ്പെല്ലാം കൂടി കൂട്ടിവെച്ചത് മുക്തിക്ക് കാരണക്കാരനായിട്ട് ഈ ഗോകർണനെ അവരോധിച്ചു, പുത്രനായിട്ട് കൊടുത്തു. അപ്പോൾ അനുഭവജ്ഞാനം കൊണ്ട് വിരക്തി വരാനും യഥാർത്ഥത്തിലുള്ള ജ്ഞാനം കൊടുക്കാനും രണ്ട് തരത്തിൽപ്പെട്ടതായിട്ടുള്ള പുത്രന്മാരെയാണ് അവിടെ കൊടുത്തത്. അങ്ങനെയുള്ള ആ ആത്മദേവൻ്റെ ഈ സ്വീകരണം അത് ഭാഗവതം ദശമം വായിച്ച് മുക്തി നേടിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഗോകർണൻ, ജ്ഞാനത്തെ മുഴുവൻ കൊടുത്തതിൻ്റെ ശേഷം. അതും ഭാഗവതത്തിൻ്റെ ഒരു മഹിമ തന്നെയാണ്. എന്നിരുന്നാലും ഈ ജ്ഞാനിയായിട്ടുള്ള ഗോകർണൻ്റെ ഉപദേശം നിമിത്തം ആത്മദേവൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ജ്ഞാനവും പൂർവജന്മ പുണ്യവും ഉണർത്താൻ സാധിച്ചു. അങ്ങനെ മുക്തിയും ലഭിക്കാൻ സാധിച്ചു. അതേപോലെ പ്രപഞ്ചത്തിനോടുള്ള ഈ വിരോധം വരാനുള്ള അത്രയും കാരണങ്ങൾ ധുന്തുകാരി എന്ന ആ ചീത്ത ഉണ്ണിയുടെ പ്രവൃത്തിയിൽ നിന്നും അനുഭവിക്കുകയും ചെയ്തു. അത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇപ്രകാരത്തിലാക്കിയത്. അങ്ങനെയുള്ള ആ ആത്മദേവനും ഗോകർണനും മുക്തി നേടുകയും ചെയ്തു. ധുന്തുകാരിയും ധുന്തുലിയും മഹാപ്രേതങ്ങളായിട്ട് മാറുകയും ചെയ്തു. ആ മഹാപ്രേതങ്ങളായിട്ട് മാറിയ ധുന്തുലിയെക്കുറിച്ച് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. രണ്ടുപേർക്കും ഒരേപോലെ ഗോകർണനെ കൊണ്ടാണ് മുക്തി കൊടുത്തത്. ആ ഗോകർണൻ ഭാഗവതം വായിച്ചിട്ടാണ് ഇവർക്ക് മുക്തി കൊടുത്തത് എന്നത് ഭാഗവതത്തിൻ്റെ മഹിമ. അത് പറയാനാണ് അവിടെ ഇത്രയും പറഞ്ഞത്. ഏതായാലും ചോദ്യം ചോദിച്ച രീതി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ എല്ലാവരും ഇതേപോലെ സംശയങ്ങളെ ഉള്ളിലുള്ളത് ചോദിക്കുക തന്നെ വേണം. അപ്പോഴാണ് വിശദീകരണം കിട്ടുക. ആ വിശദീകരണം ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കുകയും വേണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് അമ്മയ്ക്ക് സമർപ്പിക്കണം. ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞാൻ വടശ്ശേരി ഹരി നമ്പൂതിരി.